അപ്പൊ ഈ രാത്രി സമയത്ത് തലേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്തിരി ദൂരം ഓടയില്ലേ? നമ്മളെ കൂടെ ആളുണ്ടെങ്കിലും നമ്മൾ വണ്ടി ഓട്ടിക്കുന്നെങ്കിൽ അറിയാതെ കുറച്ച് നേരം ഉറങ്ങും. അതെ. അപ്പൊ ആളിന്റെ ടൈം പാസ് എന്താണ്? ടൈം പാസിന് ഞാൻ മ്യൂസിക് കേൾക്കും. അത് തന്നെ. കൂടുതലായിട്ട് ആരെയും കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാറില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളുണ്ടാവും. ഓരോ വണ്ടിയിലും 3 സ്റ്റാഫ് ആണെങ്കിൽ ഒരു ഡ്രൈവറും ഒരു ക്ലീനറും. ക്ലീനർക്ക് അതിൻ്റെതായിട്ടുള്ള ജോലികളുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വന്ന് കിടന്നുറങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് അവരെ കൊണ്ട് സംസാരിക്കാൻ വന്നാല് അവർക്ക് അവരുടെ പണിയൊന്നും നടക്കത്തില്ല. അവർക്കൊന്നും ഉറങ്ങണമല്ലോ. രാവിലെ വണ്ടി ചെന്ന് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറണം, ബ്ലാങ്കറ്റ് മാറണം, പിന്നെ വണ്ടി കഴുകണം, വൃത്തിയാക്കണം. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി എടുക്കാറാവും. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവര് ഉറക്കം നമ്മളെ ബാധിക്കും. അവര് ഉറങ്ങാതിരുന്നാലും നമ്മളെ ബാധിക്കും. അതെ. തിരക്കല്ലേ? ഇങ്ങനെ പിടിച്ചിടാമോ വണ്ടിയൊക്കെ? ഇല്ല, പിടിച്ചിടാൻ പാടില്ല. പക്ഷേ 100 വണ്ടിയോളം കിടപ്പുണ്ടല്ലോ. 150 വണ്ടിന്റെ പുറത്തുണ്ട്. ഈ സൈഡിൽ തന്നെ നമ്മളെ കീഴിൽ തന്നെ 10 വണ്ടി കൂടെ കിടപ്പുണ്ട്. അങ്ങനെ എത്ര ലൈനല്ലേ? നമ്മുടെ പിറകിൽ എത്ര വണ്ടി? സാധാരണ എത്ര വീട്ട് കഴിഞ്ഞ ആളുകൾ നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണമെന്നാണ്? ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇത്രയും തിരക്ക് പിടിച്ചു വെക്കാൻ പാടില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടയുവാണ്. ഇതാണ് പാലേക്കര ടോളല്ലേ? വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര മിനിറ്റ് അയക്കണോ? 15 മിനിറ്റ് അയക്കണോ? ഇതുവരെയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ല. ഇത്രയും തിരക്കുണ്ടായിട്ടും നമുക്ക് നിയമപ്രകാരമുള്ള ഒരു ആനുകൂല്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ട് കിട്ടും. കിട്ടുന്ന ഷെയർ അങ്ങ് പോവല്ലേ സാറന്മാർക്ക്? 1, 2, 3, 4, 5 എണ്ണം. 5 ലൈൻ ഉണ്ടോ? 1, 2, 3, 4, 5, 6 ലൈൻ. 6 ലൈനിൽ വണ്ടി ഇത്രയും തിരക്ക് പിടിച്ച് കിടക്കുക. എന്നിട്ട് ടോള് പിരിക്കുക. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ആംബുലൻസിന് പ്രത്യേക വഴി ഉള്ളതുകൊണ്ട് അതൊക്കെ പോകില്ല. അത് തന്നെ ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ ഇത് പൂട്ടും. ആംബുലൻസ് ഒക്കെ ഇവിടെ കിടക്കേണ്ടി വന്നാൽ പൂട്ടും. അതുകൊണ്ട് അവര് നൈസായിട്ട് അതിനെയൊക്കെ അങ്ങ് ഒഴിവാക്കിയുള്ള വഴി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 160 രൂപ അല്ലേ? സിംഗിളായിട്ട് പാസ്സായില്ലാതെ പോവുകയാണെങ്കിൽ ഡബിൾ കൊടുക്കണം.